ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂഗുരുത്വാകർഷണ നിയമം ഉപയോഗിച്ച് ഒരു പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അതിൻ്റെ സൈഡിലായിട്ട് കുട്ടികൾ തമ്മിൽ പറയുന്ന ഒരു സംഭാഷണമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തമ്മിൽ പരസ്പര ആകർഷണ ബലമുണ്ടല്ലോ, പിന്നെ എന്താ ഈ മേശ മാറ്റിയാലും നാം തമ്മിൽ സ്വയം അടുക്കാത്തത് എന്നാണ് ഒരു കുട്ടി മറ്റേ കുട്ടിയോട് ചോദിക്കുന്നത്. അപ്പം അതിനുള്ള ഉത്തരം എന്തായിരിക്കും? ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കുട്ടികൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം നമ്മൾ കണ്ടുപിടിച്ച സമയത്ത് വളരെ കുറഞ്ഞ ബലമാണ് നമുക്ക് കിട്ടിയത്. വളരെ കുറഞ്ഞ ബലം. അത് അങ്ങനെ അനുഭവപ്പെടില്ല. ആ ബലം അങ്ങനെ രണ്ട് കുട്ടികൾക്കും തോന്നൂല. ഇത്രയും ചെറിയ ബലമായതുകൊണ്ടാണ് അവരുടെ ഇടയിലുള്ള ആ മേശ മാറ്റിക്കഴിഞ്ഞാലും അവരടുക്കാത്തത്. അതുകൊണ്ട് അവർ അടുക്കില്ല. ഈ ബലം എന്നൊക്കെ പറഞ്ഞാൽ മറ്റ് ബലങ്ങളായിട്ടുള്ള ഘർഷണ ബലം, കാന്തിക ബലം, ഇതൊക്കെയായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് അത്രയും ചെറുതാണ്. അതുകൊണ്ട് നമ്മളെ മേലൊക്കെ ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഭൂമിയിൽ, പക്ഷെ നമുക്കൊന്നും അത് ഫീൽ ചെയ്യൂല, തോന്നൂല. ഇനി മറ്റൊരു സംഭാഷണം ഇവിടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. നീ എന്നെ ആകർഷിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമല്ലോ ഞാൻ നിന്നെ ആകർഷിക്കുന്ന ബലം. കുറച്ച് തടിച്ചിട്ടുള്ള ഒരാൾ പറയാം, അയാൾ മറ്റേ ആളെ ആകർഷിക്കുന്ന ബലമായിരിക്കുമോ കൂടുതലെന്ന്. തടിച്ചിട്ടുള്ള ആൾ മെലിഞ്ഞ ആളെ മേലെ പ്രയോഗിക്കുന്ന ബലമായിരിക്കുമോ മെലിഞ്ഞ ആൾ തടിച്ചിട്ടുള്ള ആളെ മേലെ പ്രയോഗിക്കുന്ന ബലത്തിനേക്കാളും കൂടുതലെന്ന് അയാൾ ചോദിക്കുക. മെലിഞ്ഞ ആൾ പറയാം, കൊള്ളാം, നമ്മൾ തമ്മിലുള്ളത് പരസ്പര ആകർഷണമല്ലേ, ഒരേ ബലത്താലാണ് നാം പരസ്പരം ആകർഷിക്കുന്നത്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ തമ്മിലുള്ളത് പരസ്പര ആകർഷണ ബലമാണ്. തടിച്ച ആൾ മെലിഞ്ഞ ആളെ മേൽ പ്രയോഗിക്കുന്ന ബലം തന്നെയാണ് മെലിഞ്ഞ ആൾ തടിച്ച ആളെ മേൽ പ്രയോഗിക്കുന്നുണ്ടാവുക. രണ്ട് ബലത്തിൻ്റെ മൂല്യം സെയിം ആയിരിക്കും. അതായത് ഇവിടെ മേലെ തന്നെ പറയുകയാണെങ്കിൽ 40 കിലോഗ്രാം മാസമുള്ള കുട്ടിയും 50 കിലോഗ്രാം മാസമുള്ള കുട്ടിയും 3.335 × 10⁻⁸ ന്യൂട്ടൺ ബലത്തോടെയാണ് പരസ്പരം ആകർഷിക്കുന്നത്. അതായത് രണ്ട് പേർക്കും ഒരേ ആകർഷണ ബലമാണ് ലഭിക്കുക. അതിൻ്റെ താഴെ ഒരു ചെറിയ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്ന ബലം എഫ് എങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ആകർഷിക്കുന്ന ബലം എത്രയായിരിക്കും? അതും എഫ് തന്നെയായിരിക്കും. ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്ന ബലം തന്നെയാണ് എന്ത്? ചന്ദ്രൻ ഭൂമിയും ആകർഷിക്കുന്ന ബലം. അപ്പം ഇവിടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് വസ്തുക്കളുടെ മേലെ എപ്പോഴും പ്രയോഗിക്കപ്പെടുന്നുണ്ടല്ലേ. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഒക്കെ തുടർച്ചയായിട്ട് നമ്മളുടെ മേലെ ഈ ഒരു ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ ന്യൂട്ടൻ്റെ നിയമത്തിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിന്മേൽ അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്ന സമയത്ത് അതിന് ഒരു ത്വരണമുണ്ടാകും. അപ്പം ഈ ഗുരുത്വാകർഷണ ബലം കാരണം ഒരു ത്വരണം ഉണ്ടാവും. ഇങ്ങനെ ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം. അപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ എട്ടറ്റ് വീഴുന്ന തേങ്ങ താഴേക്ക് പതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. ആ ബലമാണ് അതിനെ താഴേക്ക് വലിച്ച് നിലത്ത് എത്തിക്കുന്നത്. അപ്പം അവിടെ ആ തേങ്ങയ്ക്ക് ഒരു ത്വരണം ഉണ്ടാവുന്നു. ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം കാരണം തേങ്ങയ്ക്ക് ഒരു ത്വരണം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഒരു ത്വരണത്തിനെ വിളിക്കുന്ന പേരാണ് ഗുരുത്വാകർഷണ ത്വരണം. ഗുരുത്വാകർഷണ ബലം കൊണ്ട് ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ ആ വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം. ഇനി നമ്മളൊരു നിശ്ചിത ഉയരത്തിൽ നിന്ന് ഒരു മാസ് കുറഞ്ഞ വസ്തുവും ഒരു മാസ് കൂടിയ വസ്തുവും കൂടെ ഒരുമിച്ച് താഴേക്കിടാം. അപ്പം ഏതായിരിക്കും ആദ്യം എത്തുക? ഏതിനായിരിക്കും കൂടുതൽ ത്വരണം ഉണ്ടായിട്ടുണ്ടാവുക? രണ്ടും ഒരേ സമയത്താണ് എത്തുക. കാരണം എന്താ? ഏതിനായിരിക്കും കൂടുതൽ ത്വരണം ഉണ്ടായത്? രണ്ടിനും ഒരേ ത്വരണം തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. രണ്ടിനും ഭൂഗുരുത്വാകർഷണം കാരണമുള്ള ത്വരണമാണ് ഉണ്ടായിട്ടുണ്ടാവുക. ആ ത്വരണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും. അതുകൊണ്ട്
രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് താഴെ എത്തുക. അപ്പോൾ നമ്മൾ എഫ് ഭൂമിയുടെ ആകർഷണ ബലം എന്നെടുക്കുക, എം വസ്തുവിൻ്റെ മാസാക്കി എടുക്കുക, എ എന്നത് ത്വരണമാക്കിയെടുക്കുക. അപ്പം നമുക്ക് ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമം പ്രകാരമുള്ള ഇക്വേഷൻ സമവാക്യം എഴുതുന്ന സമയത്ത് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ഇനി മറ്റൊരു കാര്യം പറയാം. അപ്പം നമ്മൾ പറഞ്ഞു ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വാകർഷണ ത്വരണം. അപ്പം ഈ ത്വരണം നമ്മൾ പൊതുവെ എ ഉപയോഗിച്ചല്ല സൂചിപ്പിക്കുന്നത്, ജി എന്ന അക്ഷരം ഉപയോഗിച്ചാണ് ഭൂഗുരുത്വാകർഷണ ത്വരണം പൊതുവെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഭൂഗുരുത്വാകർഷണ ത്വരണം നമ്മൾ സൂചിപ്പിക്കുന്നത് ജി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. എഫ് ഭൂഗുരുത്വാകർഷണ ബലം, എം വസ്തുവിൻ്റെ മാസ്, ജി ഭൂഗുരുത്വാകർഷണ ത്വരണം. എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. ഇനി എഫിന് നമുക്ക് സാർവിക ഗുരുത്വാകർഷണ നിയമം ഉപയോഗിച്ച് മറ്റൊരു സമവാക്യം എഴുതാം. വസ്തുവിൻ്റെ മാസ് എം, ഭൂമിൻ്റെ മാസ് നമ്മൾ ക്യാപിറ്റൽ എം ആക്കി എടുക്കുക, വസ്തുവിൻ്റെ മാസ് നമ്മൾ സ്മോൾ എം ആക്കി എടുക്കുക, ഭൂമിയുടെ ആരം നമ്മൾ ക്യാപിറ്റൽ ആർ ആക്കി എടുക്കുക. അങ്ങനെ പരിഗണിച്ചാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഇസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഭൂമിയും വസ്തുവും തമ്മിലുള്ള ഭൂഗുരുത്വാകർഷണ ബലം എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പം എഫിനുള്ള രണ്ട് സമവാക്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയറും എഫ് ഇസ് ഈക്വൽ ടു എം ജി. അപ്പം രണ്ടിലും നമുക്ക് രണ്ടിൻ്റെ വലതുവശങ്ങൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എം ജി ഇസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് സ്മോൾ എം രണ്ട് സൈഡിലുണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാം. അപ്പം ജി ഇസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ നമുക്ക് കിട്ടും. ഭൂഗുരുത്വാകർഷണ ത്വരണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അതിൽ ജി ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഭൂമിയുടെ ആരം. അപ്പം ഈ ഒരു ഭൂഗുരുത്വാകർഷണ ത്വരണം ജി ആശ്രയിച്ചിരിക്കുന്നത് എന്തിനൊക്കെയാണ്? ഒന്ന് ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിനെ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ അതൊരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരാങ്കമാണ്, സ്ഥിരമായിട്ടുള്ള ഒരു മൂല്യമാണ്. അതങ്ങനെ പറയണമെന്നില്ല. പിന്നെ എന്തിനൊക്കെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത്? ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തിനെയാണ്. ഭൂഗുരുത്വാകർഷണ ത്വരണം പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തിനെയുമാണ്. ഇവിടുത്തെ ചോദ്യം, ജിയുടെ യൂണിറ്റ് എന്ത്? ജി എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്, ത്വരണം. അപ്പം ത്വരണത്തിൻ്റെ യൂണിറ്റ് തന്നെയാണ് ജിയുടെയും യൂണിറ്റ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ സമവാക്യത്തിൽ വസ്തുവിൻ്റെ മാസ് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഈ സമവാക്യത്തിൽ വസ്തുവിൻ്റെ മാസ് ഉൾപ്പെട്ടിട്ടില്ല. ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തെ ബാധിക്കുന്നില്ല. ഗുരുത്വാകർഷണ ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ നമ്മൾ ഒരേ സമയം താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മാസ് കൂടുതലുള്ളതായിരിക്കും അല്ലെങ്കിൽ മാസ് കുറവുള്ളതായിരിക്കും ആദ്യം പതിക്കുകയെന്ന്. പക്ഷെ അങ്ങനെയല്ല, രണ്ടും ഒരേ സമയത്താണ് താഴെ പതിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റു കുറച്ച് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ ഒരുമിച്ച് താഴെ എത്തുമോ? എന്തായിരിക്കും കാരണം? അപ്പം നമ്മളിപ്പം പറഞ്ഞു വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്താണ് താഴെ എത്തുക.
പക്ഷെ മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുമിച്ചാണോ താഴെ എത്തുക? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരുമിച്ചല്ല താഴെ എത്തുക. ആദ്യം മാങ്ങ താഴെത്തും, അതിനുശേഷം ഇല താഴെത്തും. അങ്ങനെയാണ് സംഭവിക്കുക. ഇവിടെ രണ്ടിനു മേലും അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ത്വരണം സെയിം ആണെങ്കിൽ കൂടി അവിടെ വായുവിൻ്റെ ഒരു പ്രതിരോധം വരും. ഈ വായുവിൻ്റെ പ്രതിരോധം ഇലേൻ്റെ മുകളിൽ അനുഭവപ്പെടും. അതുകൊണ്ട് ഇല മെല്ലെ താഴേക്ക് വരും. മാങ്ങ പെട്ടെന്ന് താഴെ വീഴും. കാരണം മാങ്ങേൻ്റെ മുകളിൽ ഈ വായുവിൻ്റെ പ്രതിരോധം അത്രത്തോളം അനുഭവപ്പെടുന്നില്ല. ഇല എന്ന് പറയുന്നത് പരന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെയധികം വായുവിൽ കൂടെ താഴേക്ക് വീഴുന്ന സമയത്ത് വായുവിൻ്റെ പ്രതിരോധം റെസിസ്റ്റൻസിന് വിധേയമാകും. അതുകൊണ്ട് അത് വളരെ മെല്ലെയാണ് താഴേക്ക് വീഴുക. അപ്പം ഇല മെല്ലെ എത്തു, മാങ്ങ വളരെ പെട്ടെന്ന് താഴെ എത്തും. ഇനി അടുത്ത ചോദ്യം. ഒരു കടലാസ് കഷ്ണവും ഒരു നാണയവും ഒരേ ഉയരത്തിൽ നിന്ന് ഒരുമിച്ച് താഴോട്ടിടുക, എന്ത് നിരീക്ഷിക്കും? അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. നാണയം വളരെ പെട്ടെന്ന് താഴെ വീഴും, എന്നാൽ കടലാസ് മെല്ലെ താഴെ വീഴും. കാരണം നാണയത്തിൻ്റെ മേലെ വായുവിൻ്റെ ആ ഒരു പ്രതിരോധം അത്രത്തോളം അനുഭവപ്പെടില്ല. പക്ഷെ കടലാസ് കഷ്ണമാവുന്ന സമയത്ത്, കടലാസ് കഷ്ണത്തിൽ ഇതുപോലുള്ള വസ്തുക്കളാവുന്ന സമയത്ത് അതിനു മേലെ വായുവിൻ്റെ ഒരു പ്രതിരോധം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടത് വളരെ പതുക്കെ മാത്രമേ താഴേക്ക് വീഴുള്ളൂ. ഇനി ഇതേ കടലാസ് ചുരുട്ടിയ ശേഷം പ്രവർത്തനം ആവർത്തിക്കുക, എന്ത് വ്യത്യാസമാണ് അപ്പോൾ നിരീക്ഷിച്ചത്? അപ്പം ഇതുപോലെ തന്നെയായിരിക്കുമോ? അല്ല. കടലാസ് നമ്മൾ ചുരുട്ടുന്ന സമയത്ത് വായുവിൻ്റെ പ്രതിരോധം അത്രത്തോളം വരൂല. അതുകൊണ്ട് തന്നെ കടലാസ് ചുരുട്ടിയതിന് ശേഷം കടലാസും നാണയവും ഒരേ ഉയരത്തിൽ നിന്ന് ഒരുമിച്ച് താഴോട്ടിട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്താണ് താഴെ എത്തുക. ഇവിടെ ആ ഒരു ഭൂഗുരുത്വാകർഷണ ത്വരണം കാരണം രണ്ടും ഒരേ സമയത്താണ് താഴെ എത്തുക. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. വായു ചെലുത്തുന്ന സ്വാധീനം കാരണമാണ് ഇല, തൂവൽ, കടലാസ് തുടങ്ങിയവ സാവധാനം പതിക്കുന്നത്. പിന്നീട് വായു നീക്കം ചെയ്യാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തി. അതായത് ഒരു സ്ഥലത്തെ വായു നമുക്ക് നീക്കം ചെയ്യണമെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം ഇത് ശാസ്ത്രീയമായിട്ട് പരീക്ഷണത്തിലൂടെ തെളിയിക്കാനായിട്ട് സാധിച്ചു. അപ്പം അതിന് ഒരു എക്സാമ്പിളായിട്ടുള്ള പരീക്ഷണമാണ് തൂവലും നാണയവും പരീക്ഷണം. ആ ഒരു പരീക്ഷണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടത് നീളം കൂടിയ സുതാര്യമായിട്ടുള്ള ഒരു ട്യൂബ് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നാണയവും തൂവലും നിക്ഷേപിക്കുക. നിക്ഷേപിച്ച ശേഷം അത് കുത്തനെ പിടിച്ചിട്ട് അതൊന്ന് തല കീഴാക്കുക. അത് ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പം നമുക്ക് എന്താ നിരീക്ഷിക്കാൻ പറ്റുക? അവിടെ എങ്ങനെയാണ് നാണയവും തൂവലും പതിക്കുക? ഏതാണ് ആദ്യം പതിക്കുക? നാണയമാണ് ആദ്യം പതിക്കുക. നാണയം പതിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തൂവൽ പതിക്കുക. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനുശേഷം ഈ കണ്ടുപിടിച്ച രീതികൾ ഉപയോഗിച്ച് ട്യൂബിനകത്തെ വായു നീക്കം ചെയ്യുക, ട്യൂബിനകത്തെ വായു ഒഴിവാക്കുക. അതിനുശേഷം ഇതേ കാര്യം തന്നെ ചെയ്യുക. ട്യൂബിനകത്തേക്ക് തൂവലിടുക, നാണയം ഇടുക, അതൊന്ന് കീഴ്മേൽ മറിക്കുക, ലംബമായിട്ട് പിടിച്ചിട്ട് തലതിരിക്കുക. അപ്പം നമ്മളിപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തൂവലായിരിക്കുമോ നാണയമായിരിക്കും ആദ്യം വീഴുക? അപ്പം തൂവലും നാണയവും ഒരുമിച്ചാണ് താഴെ പതിക്കുക. കാരണം നമ്മൾ വായു നീക്കം ചെയ്തു. അപ്പോൾ വായു കാരണം ഉണ്ടാവുന്ന പ്രതിരോധം അവിടെ ഇല്ല. അതുകൊണ്ട് രണ്ടും ഒരേ സമയത്താണ് പതിക്കുക. അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തൂവൽ, ഇല, കടലാസ് ഇതൊക്കെ സാവധാനത്തിൽ മാത്രം പതിക്കുന്നതിന് കാരണം വായുവിൻ്റെ പ്രതിരോധമാണ്. അതില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ സമയത്താണ് പതിക്കുക. അതിനുള്ള കാരണം രണ്ടിനും അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ത്വരണം തുല്യമായതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഭൂമിയിലെ ജിയുടെ മൂല്യം, ഭൂഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം നമുക്ക് കണക്കാക്കണം.
അപ്പം അതിനുള്ള സമവാക്യം നമ്മുടെ കയ്യിലുണ്ട്. G=gm/r². അതിൽ നമുക്കറിയാം ജീൻ്റെ മൂല്യം എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം ആണ്. ഭൂമിയുടെ ആരം ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 6.4 ഇൻറ്റു 10⁻6 മീറ്റർ ആണ്. അപ്പം അത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് G=gm/r² is equal to 6.67 into 10⁻11 into 6 into 10⁻24 divided by 6.4 into 10⁻6 whole square. അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 9.8 m/s² ആണ്. അതാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണം ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² ആണ്. നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് ജിയുടെ മൂല്യം എടുക്കുക 9.8 m/s² ആണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഭൂഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ കാര്യങ്ങളാണ്. അതെന്താണ്, അതിൻ്റെ സമവാക്യം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പിന്നെ വായുവിൻ്റെ പ്രതിരോധത്തിൻ്റെ സ്വാധീനം, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം, ജിയുടെ മൂല്യം. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.